ഇതിലെല്ലാ ഡിസീസും തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഡിസീസ്. അതേപോലെ തന്നെ അത് തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് അവരൊരു 10 to 21 ഡേയ്സ് ഏതിലായിരിക്കും, ഒരു ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും ഇവരെ കാണുന്നത്. ഇതിന്റെ ഫസ്റ്റ് സിംറ്റം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. ICDS സൂപ്പർവൈസർ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. ഇപ്പൊ എല്ലാവരും പഠനം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഏതാണ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള്, ലൈഫ് സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ നമുക്ക് വൈറൽ ഡിസീസ് പഠിക്കാനായിട്ടുണ്ട്. വൈറൽ ഡിസീസ് ഉണ്ട്, ബാക്ടീരിയ ഡിസീസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടോസോവൺ ഡിസീസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറൽ ഡിസീസിനെ കുറിച്ചാണ്. അതിൽ എല്ലാം നമുക്കൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, നമുക്കതിൽ ഒരുപാട് ഡിസീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പറയാം. ഇതിൽ നമ്മുടെ സിലബസിലെ കാണുന്ന ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സ്, റാബീസ്, ജർമ്മൻ മീസിൽസ്, മംസ്, പോളിയോ മൈലിറ്റീസ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഡിസീസ്. ഇതിലെല്ലാ ഡിസീസും തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഡിസീസാണ് കേട്ടോ. ഓരോ ഡിസീസ് പഠിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ കോസ്റ്റീവ് ഓർഗാനിസം പഠിക്കുക. കോസ്റ്റീവ് ഓർഗാനിസം, അതിൻ്റെ സിംറ്റംസ്, അതേപോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വാക്സിൻസ് ഉണ്ടോ, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, ഡയഗ്നോസ് ചെയ്യുമ്പോഴുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് ആദ്യമേ പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മീസിൽസ് അല്ലെങ്കിൽ റുബിയോള എന്ന് പറയുന്ന ഡിസീസാണ്. വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് സിലബസ് നോക്കി ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള റൂബിയസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് റെഡ്, ചുവപ്പ് എന്ന ഒരു മീനിങ് ഉള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ഒരു റുബിയോള അല്ലെങ്കിൽ മീസിൽസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇത് ഹൈലി, അതായത് പെട്ടെന്ന് തന്നെ പകരുന്ന ഒരു രോഗമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഇതുണ്ടാക്കുന്ന വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ പാരാമിക്സോവിറിഡേ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള മോർബിലി വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ആരായിരുന്നു? മോർബിലി വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ വേൾഡ് വൈഡ് നമുക്കറിയാം ഒരുപാട് എൻഡമിക് ഡിസീസ് ഉണ്ട്. ആ എൻഡമിക് ഡിസീസിന്റെ കൂട്ടാകുന്ന ഒരു ഡിസീസ് കൂടിയാണ് ഈ റുബിയോള എന്ന് പറയുന്ന വൈറസ് പരത്തുന്ന ഈ ഒരു ഡിസീസ്. ഇനി ഈ വൈറസിന് എന്തുമായിട്ട് ബന്ധം? നമ്മുടെ മംസ് ഉണ്ടാക്കുന്ന വൈറസ് ഇല്ലേ, മുണ്ടുനീര്, മംസ് ഉണ്ടാക്കുന്ന വൈറസുമായിട്ട് സ്ട്രക്ചറലി ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. സോ നോക്കാം, വൈറസ് ഈസ് എ ഹെലിക്കൽ RNA വൈറസ്. ഓക്കെ, നമുക്ക് വൈറസ് എന്ന് പറയുമ്പോൾ RNA വൈറസ് ഉണ്ട്, അതേപോലെ തന്നെ അത് തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന്റെ ഷേപ്പ് വ്യത്യാസം മനസ്സിലായി. ഹെലിക്കൽ ആയുള്ള ഷേപ്ഡ് ആയുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതിനൊക്കെ ഒരുപാട് ഡിഫറൻസ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്ന ഈ മീസിൽസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പ്രത്യേകത എന്താണ്? ഹെലിക്കൽ ആയിട്ടുള്ള RNA വൈറസ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ചിലപ്പോൾ ചോദിക്കാം, മീസിൽസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ, അല്ലെങ്കിൽ എപ്പോഴും പറയാറുണ്ട് ശരിയേതാ തെറ്റേതെന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ പറയണമെങ്കിൽ, നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഇതിന് ഒരു ക്യാപ്സിഡ് ഉണ്ട് അല്ലെ. എപ്പോഴും വൈറസ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ജനറ്റിക് മെറ്റീരിയൽ. അത് DNA അല്ലെങ്കിൽ ചിലതിൽ നമുക്ക് എന്ത് കാണാം? ചിലതിലാണ് DNA കാണുന്നത്. ഓൾമോസ്റ്റ് RNA ഒക്കെ നമ്മൾ കാണുന്നത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ആ ജനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്ത് നമുക്ക് എന്തുകൂടി കാണാം? ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോട്ടീൻ കോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സിഡ് ലൈക്ക് സ്ട്രക്ചറിൽ എന്തുകൂടി ഉണ്ട്? ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് അറിയാം, സ്പൈക്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവരുടെ ബേസിക് സ്ട്രക്ചർ. ഇത് എല്ലാ വൈറസിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറും കാണാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്പൈക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടി നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത് ത്രൂ റെസ്പിറേറ്ററി ട്രാക്ക് അല്ലെ, നമ്മുടെ ശ്വസന വ്യവസ്ഥയിലൂടെയാണ് ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക്
എൻട്രി ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കൺജങ്ക്റ്റീവ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ കൺജങ്ക്റ്റീവ എന്ന് പറയുന്ന ഭാഗത്തിലൂടെയും ആരകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്, ഈ മീസിൽസ് ഉണ്ടാക്കുന്ന വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 മുതൽ 21 ദിവസം വരെ ആട്ടോ. നമ്മുടെ ബോഡിയിൽ വന്ന് അത്രയും നാൾ ഇവരൊരു ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും. മാക്സിമം എന്താ പറയുക, കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ പറയുന്ന പോലെ കുറച്ചും കൂടിയും ഒരു അവരുടെ കപ്പാസിറ്റി കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരൊരു 10 to 21 ഡേയ്സ് ഏതിലായിരിക്കും, ഒരു ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും ഇവരെ കാണുന്നത്. ഇതിന്റെ ഫസ്റ്റ് സിംറ്റം എന്താ, റെസ്പിറേറ്ററി ട്രാക്കിലൂടെയാണല്ലോ അകത്തേക്ക് കയറുന്നത്. സോ അവിടെ നിന്നും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സിംറ്റം നമ്മുടെ ബോഡി കാണിക്കുന്നത് നേസൽ ഡിസ്ചാർജ് ആണ്. ഓക്കെ, ആ നേസൽ ഡിസ്ചാർജിനെ ഫോളോ ചെയ്ത് നമുക്ക് എന്തുണ്ടാകും, അതായത് ആ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുന്ന അനുസരിച്ച് തന്നെ കഫ്, ചുമയുണ്ടാകാം, ഫീവർ, അതേപോലെ തലവേദന, കൺജങ്ക്റ്റീവൈറ്റിസ്, അതായത് കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം നമുക്ക് അതിന്റെ സിംറ്റം ആയിട്ട് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലായിട്ടും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, പിങ്ക് കളേർഡ് മസിൽസ് ലൈക്ക് സ്കിൻ ഇറപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം നമുക്ക് ആ ഒരു ഡേയ്സ് ഇങ്ങനെ വരുമല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ഈ സിംറ്റംസ് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ കാണാൻ കഴിയുന്ന ഏറ്റവും, അതായത് എന്താ പറയാ, നമുക്ക് ഈ ഒരു ഡിസീസിന്റെ ആണ് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു സിംറ്റം അല്ലെങ്കിൽ ഒരു സ്പോട്ടാണ് കോപ്ലിക് സ്പോട്ട് എന്ന് പറയും കേട്ടോ. ലെഷൻസ് ഓൺ ദ ഓറൽ ക്യാവിറ്റി കണ്ടെയ്ൻ ഡയഗ്നോസ്റ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബ്രൈറ്റ് റെഡ് സ്പോട്ട്. അതായത് നമുക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ ഇത്രയും നല്ല ബ്രൈറ്റ് കളേർഡ് ആയുള്ള റെഡ് കളേർഡ് ആയുള്ള സ്പോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്താ, ഇത് മിസിൽസിന്റെ അല്ലെങ്കിൽ റുബിയോള വൈറസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിനെ നമ്മൾ പറയുന്ന പേരാണിത് കോപ്ലിക് സ്പോട്ട്സ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. എന്താണ് പറയുന്നത്, കോപ്ലിക് സ്പോട്ട് വിത്ത് എ ബ്ലൂയിഷ് വൈറ്റ് റീജിയൻ ഇൻ ദ സെന്റർ ഓഫ് ഈച്ച് വൺ. ഈ സ്പോട്ടിന്റെ സെന്ററിലായിട്ട് എന്താ, വിത്ത് എ ബ്ലൂയിഷ് വൈറ്റ് റീജിയൻ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സ്ട്രക്ചറിൽ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, കോപ്ലിക് സ്പോട്ട് ആണ് അല്ലെങ്കിൽ ഇതിന്റെ വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ കാണുന്നത്, ആ ഒരു ഏരിയാസിലായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്, അതായത് ത്രോട്ടിന്റെ നമുക്ക് അണ്ണാക്കെന്നൊക്കെ പറയില്ല, അപ്പൊ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ സ്പോട്സ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. Then next, thereafter infrequent progressive degeneration of the central nervous system occur, and this is called subacute sclerosing panencephalitis എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഇത് പ്രോഗ്രസ് ചെയ്ത് വരുവാണല്ലോ, നമ്മുടെ ബോഡിയിൽ ഓരോരോ സിംറ്റംസ് വന്നു, പയ്യെ പയ്യെ ഇത് വന്നു. അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതിനെ എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്യും അല്ലെ, പയ്യെ പയ്യെ നശിപ്പിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നതാണെന്ത്, സബക്യൂട്ട് സ്ക്ലീറോസിങ് പാൻഎൻസെഫലൈറ്റിസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ദെൻ നോക്കാം, ഇതിന് ഈ മീസിൽസിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇതിൽ പറയുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എടുക്കുന്നത് ഒരു വാക്സിൻ എടുക്കുന്നുണ്ട്, അതാണ് മീസിൽസ് വാക്സിൻ അല്ലെങ്കിൽ അറ്റനോ വാക്സ് എന്ന് പറയും. ഇത് ഒറ്റയ്ക്കായിട്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ MMR വാക്സിൻ, നമ്മൾ കോമ്പിനേഷൻ വാക്സിൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മംസ് വൈറസുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്ന്. സോ ആ ഒരു മംസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വാക്സിൻ ആയിട്ടും നമുക്ക് മീസിൽസിന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ അത് MMR വാക്സിൻ നമുക്കറിയാലോ, മീസിൽസ്, മംസ്, റുബെല്ല എന്ന് പറയുന്ന 3 ഡിസീസിനുള്ളൊരു കോമ്പിനേഷൻ വാക്സിൻ ആണ്. ഇനി നമുക്ക് അറിയാം ഇതിന്റെ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസിലൂടെ മാത്രമാണ് ശരിക്കും ഈ ഒരു ഡിസീസ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ഏറ്റവും പ്രോപ്പറായിട്ട് എന്താ പറയുക, എഡ്യൂക്കേറ്റ് ചെയ്യുക ആളുകളെ. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് ആ ഒരു പ്രൈമറി സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ കൃത്യമായി തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് മംസ് ആണ് അല്ലെ, മുണ്ടുനീരെന്നൊക്കെ നമ്മൾ പറഞ്ഞ ഡിസീസാണ് മംസ്. ചെറുപ്പത്തിലേക്ക് ഒരുപാട് വന്നിട്ടുള്ള ഒരു ഡിസീസ് കൂടിയാണ് മംസ് എന്ന് പറഞ്ഞ ഡിസീസ്. ഇറ്റ്സ് ആൻ അക്യൂട്ട് ഡിസീസ് ദാറ്റ് ഒക്കേഴ്സ് മെയിൻലി ഇൻ എ സ്കൂൾ ഏജ് ചിൽഡ്രൻ അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സിംറ്റം വരുന്നത്. ഇത് കോസ് ചെയ്യുന്ന വൈറസ് എന്ന് പറയുന്നത് പാരാമിക്സോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ്. എന്ത് കോസ് ചെയ്യുന്നത്, മംസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്,
ത്രൂ സലൈവ ഓർ ഡ്രോപ്ലെറ്റ്സ് അല്ലെ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ നിന്ന് പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നേസൽ ഡിസ്ചാർജ് വഴി വരുന്ന ഡ്രോപ്ലെറ്റ്സ് ആവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സലൈവ ആകാം. അപ്പൊ അങ്ങനെയാണ് എന്ത് പാസ് ചെയ്യുന്നത്, ഈ മംസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ഈ ഒരു പാരാമിക്സോ വൈറസ് പാസ് ചെയ്യുന്നത്. ഇനി നേരെ എങ്ങോട്ട് വരും, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് വരും. അതേപോലെ തന്നെ ഈ നോൺ ഇമ്മ്യൂൺ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർക്കത് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇറ്റ് എൻ്റർ ദ റെസ്പിറേറ്ററി ട്രാക്ക് ഓഫ് നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽ ത്രൂ കോൺടാക്ട് അല്ലെ. ഇപ്പോൾ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വന്നിട്ടുള്ള ഒരാളുമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് കോൺടാക്റ്റിൽ വന്ന സമയത്ത് എന്ത് സംഭവിക്കും, പെട്ടെന്ന് തന്നെ ഈ ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. ദെൻ ഇതിന്റെ സിംറ്റം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും മുണ്ടനീര് എന്നൊക്കെ പറയുന്നത് അറിയില്ല, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് വരും, ഇനി കുറച്ചൊരു സ്വെല്ലിങ് വരും. അതായത് നമ്മുടെ ഈ ഒരു പെരോട്ടിഡ് എന്ന് പറയുന്ന സലൈവറി ഗ്ലാൻഡ് വളരെ സ്വെല്ല് ചെയ്ത് വരും. അതേപോലെ ഒരു ടെൻഡർനെസ് കാണിക്കും, അതായത് ഇങ്ങനെ നമുക്ക് പറയുക സോഫ്റ്റ്നെസ് പോലെയൊക്കെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ആൻഡ് ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് ഒരു 16 to 80 days കഴിയുമ്പോഴാട്ടോ പയ്യെ ഇത് ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഈ ഡിസീസിന് പറയുന്ന മറ്റൊരു പേരാണ് എപ്പിഡെമിക് പെരോട്ടൈറ്റിസ് എന്ന് പറയുന്നതും എന്തിനെയാണ്, ഈ ഒരു ഡിസീസിന് തന്നെയാണ് പറയുന്നത്. ആൻഡ് നമുക്കൊരു 1-2 ആഴ്ച വരെ നമുക്ക് ഈ ഒരു സ്വെല്ലിങ് നിൽക്കാം. അതോടുകൂടി തന്നെ ചെറിയൊരു പനിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് നമ്മൾ പറഞ്ഞത് കുട്ടികളിലാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇത് കുറച്ചും കൂടി അഡൾട്ട് ഏജിലേക്ക് വരുമ്പോഴേക്കും ഇതിനൊരു ഇന്റൻസിറ്റി വളരെ കൂടുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഇൻ ദ പോസ്റ്റ് പ്യൂബസെന്റ് മെയിൽ സഡൻ കോംപ്ലിക്കേഷൻസ്, അതായത് മെനിഞ്ചൈറ്റീസ് ആകാം, അല്ലെങ്കിൽ അവരുടെ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് അവരുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. അതേപോലെ ടെസ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അവർക്ക് എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാം. അതേപോലെ ബ്രെയിനിലാണെന്നുണ്ടെങ്കിലും മെനിഞ്ചൈറ്റീസ്, നമ്മൾ ബാക്ടീരിയ ഡിസീസ് പഠിച്ചിട്ടുള്ളതാണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് സംഭവിക്കാം, ഇൻഫെക്ഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അഡൽട്ടില് മംസ് എന്ന് പറയുന്നത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയാണ് അവർ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ആൻഡ് സം മെയിൽസ് മേ ഡെവലപ്പ് ഓർക്കിറ്റൈസ് ഓഫ് ദ സെല്ലിംഗ് ഓഫ് ദ ടെസ്റ്റിക്കിൾസ് to 3 or 4 times of a normal size. അതായത് ഈ ഒരു രോഗം മെയിൽസിലാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതേപോലെ തന്നെ അവരിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഓർച്ചൈറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ. ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ടെസ്റ്റിസിന്റെ സൈസ് നോർമൽ സൈസിനേക്കാളും 3 or 4 times കുറച്ചുകൂടി ബിഗർ ആയിട്ടായിരിക്കും കാണുന്നത്. സോ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഓർക്കറ്റൈറ്റ്സ്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർക്കൈറ്റൈസ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. എന്തായിരുന്നു, ഓർക്കിറ്റൈസ് എന്നാണ് ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കാം, സ്പേം കൗണ്ട് കുറവ് വരാം. അതേപോലെ തന്നെ ഇത് മെയിൽസിൽ മാത്രമല്ല, അഡൽട്ടിലേക്ക് വരുമ്പോഴേക്കും ഫീമെയിൽസിലും ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെ അവർ കാണിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഒഫറൈറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സ്ത്രീകളിൽ വരുമ്പോൾ പേര് കുറച്ചുകൂടി മാറി, എന്താണ്, ഓഫറൈറ്റീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിട്ട് അത് മാറുവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാം. അതേപോലെ തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റീസ് ആണ് എൻലാർജ് ചെയ്തതെങ്കിൽ അല്ലെ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് എൻലാർജ് ചെയ്ത് സ്പേം കൗണ്ട് കുറഞ്ഞുവെങ്കിൽ സ്ത്രീകളിൽ അവരുടെ ഓവറിയുടെ സൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. സോ ഓട്ടോമാറ്റിക് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് എന്ത് കുറയും, ഓവം പ്രൊഡക്ഷൻ കുറയുമായിരിക്കും അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മംസ് പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും ബെറ്റർ ഒരു മാർഗം എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് അത് വന്നു എന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1-2 ആഴ്ചത്തേക്ക് അവരുടെ സ്കൂൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കി നിർത്താൻ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ നമുക്ക് വാക്സിൻ എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു MMR വാക്സിൻ ഉണ്ടല്ലോ, ആ വാക്സിൻ നമുക്ക് ഇതുമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഈ മംസ് ഒഴിവാക്കാൻ കഴിയുന്ന രീതി എന്ന് പറയുന്നത്. എപ്പോഴും പറയാനുള്ള പോലെ രോഗം വന്നിട്ടല്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചികിത്സിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡിസീസ് പഠിച്ചു. ഈ 2 ഡിസീസിന്റെയും കോസ്റ്റീവ് ഓർഗാനിസം നമ്മൾ പറഞ്ഞു, സിംറ്റംസ് പറഞ്ഞു, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
പറഞ്ഞു. ശരിക്കും വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ബാക്ടീരിയൽ ഡിസീസിനെ അപേക്ഷിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ബോഡിയിൽ വന്ന ഇവർ നമ്മുടെ ബോഡിയിലെ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ തേർഡ് ഡിസീസ് ആണ് നമ്മൾ പഠിക്കുന്ന റുബെല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1800-കളിലാണ് നമുക്കിതൊരു എന്താ പറയാ ഇതിനെക്കുറിച്ചൊരു ഇതിന്റെ എന്താ പറയുക ഡിസ്കവറി അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. നമുക്ക് റുബെല്ല ഒരു ലാറ്റിൻ വേർഡ് ആണ്. റുബെല്ല മീൻസ് റെഡിഷ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്താ റുബിയോള എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ തന്നെ റെഡിഷ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് ആണ് ഇതിന് വരുന്നത്. ഫസ്റ്റ് ഡിസ്ക്രൈബ് ഇൻ ജർമ്മനി, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ജർമ്മൻ മീസൽസ്. നമ്മൾ പേര് പറഞ്ഞു, റുബെല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസൽസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഫസ്റ്റ് കണ്ടെത്തിയത് എവിടെയാണ്, ജർമ്മനിയിലാണ്. സോ ആ ഒരു പേര് അതിന് കണക്ട് ചെയ്ത് വന്നു. ഇത് കോസ് ചെയ്യുന്ന വൈറസ് എന്ന് പറയുന്നത് റുബെല്ല വൈറസ് ആണ്. ഇതിന്റെ DNA-യുടെ അല്ലെങ്കിൽ RNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തുതന്നെയാണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA സ്ട്രക്ചർ ആണ് ഇത് കാണാനായിട്ട് കഴിയുന്നത്. ഇത് കോസ് സ്കിൻ ഡിസീസ് ഓൺ ചിൽഡ്രൻ ഓഫ് 5 to 9 years ഓഫ് ഏജ്. പ്രധാനമായിട്ട് ആർക്കാ വന്നത്, 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ സ്കിൻ ഡിസീസ് ആണ് അതിന്റെ മെയിൻ ആയിട്ട് ഒരു സിംറ്റം പോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദെൻ റുബെല്ല നമുക്കറിയാം എന്താ മെയിൻ ആയിട്ടും ഇത് വന്ന കുറച്ച് സീസൺസ് കൂടി പറയുന്നുണ്ട്. റുബെല്ല ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഒക്യൂസ് ഡ്യൂറിങ് വിന്റർ ആൻഡ് സ്പ്രിംഗ് സീസൺ. കുറച്ചും കൂടി ഇവർ ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്പ്രെഡിങ് കൂടുന്ന സീസൺസ് പറയുന്നത് മെയിൻ ആയിട്ടും 2 സീസൺസ് ആണ്. ഏതൊക്കെയാണ്, വിന്ററും ഉണ്ട് അതേപോലെ തന്നെ സ്പ്രിംഗ് സീസണും ഉണ്ട്. ഇനി വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാ, ഡ്രോപ്ലെറ്റ്സിലൂടെയോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കഫം അങ്ങനെയുള്ള സെക്രീഷൻസിലൂടെ ആയിരിക്കും എന്ത് പറയുന്നത്, ഈ ഒരു വൈറസ് ഇൻഫെക്റ്റ് ആയ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 മുതൽ 23 ദിവസം എടുക്കും നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. പയ്യെ പയ്യെ നമ്മുടെ ബോഡിയിൽ സ്മോൾ റെഡ് സ്പോട്ട്സ് എന്ത് ചെയ്യും, ഇങ്ങനെ പയ്യെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ എന്തുണ്ടാവും, ചെറിയൊരു പനിയോട് കൂടിയിട്ടുള്ള റെഡ് സ്പോട്ട്സ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ കാണുന്നത് കേട്ടോ. ആൻഡ് ദ റാഷ് ഈസ് ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ആൻഡ് നോട്ട് കോസ്ഡ് ബൈ ദ വൈറസ്. അതായത് ഈ വൈറസ് ശരിക്കും നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്പൈറോക്കീറ്റ്സ് എന്ന് പറഞ്ഞ ചില ബാക്ടീരിയാസിന്റെ പ്രസൻസ് നമുക്ക് ആ ഒരു സ്പോട്ടിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശരിക്കും വൈറസ് അല്ല നമുക്ക് ആ ഒരു സ്പോട്ടിൽ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ സ്പോട്ട് ഉണ്ടാക്കുന്ന വൈറസ് അല്ല, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, ഈ റാഷസ് നമ്മുടെ ബോഡിയിലായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ അപ്പിയറൻസ് ഓഫ് റാഷ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് വൈറസ് ഫ്രം ദ ബ്ലഡ്. അല്ലെ, അപ്പോൾ പയ്യെ നമുക്ക് റാഷസ് ഇങ്ങനെ വരും. അതേപോലെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ നിന്നും പയ്യെ വൈറസും റിമൂവ് ചെയ്ത് പോകൂട്ടോ, ഡിസപ്പിയർ ചെയ്ത് പോവുകയും ചെയ്യും കേട്ടോ. ഇനി റുബെല്ല എന്ന് പറയുന്നത് ഒരു മൈൽഡ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, കുറച്ചുകൂടി ചില ഏജ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ചില ടൈം പീരീഡിൽ ചില ആൾക്കാർക്ക് വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ വലിയൊരു മൂർധന്യാവസ്ഥയിലേക്ക് വരുന്ന പറയുന്നത്. റുബെല്ല ഈസ് എ മൈൽഡ് ഡിസീസ്. ഹൗവർ ഇറ്റ് ക്യാൻ ബി ഡിസാസ്ട്രസ് ഇൻ ദ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി. അല്ലെ, അതായത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 monthsലേക്ക് ഇത് വന്നതെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാം. ദിസ് ലീഡ് ടു ദ ഫീറ്റൽ ഡെത്ത്. അല്ലെ, എന്താ കുട്ടി മരിക്കുന്നതിന് വരെ കാരണമാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ഡെലിവറി, ആ മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാം. അതുമല്ലെങ്കിൽ കൺജനൈൽ ഡിഫക്ട്സ് ഇൻ ഹാർട്ട്, ഐ, ഇയേഴ്സ് ഓഫ് ദ ഗ്രോയിങ് ബേബി. ഇനി കുട്ടിയെ കിട്ടിയാൽ തന്നെ എന്ത് സംഭവിക്കാം, അതിന് ഡിഫക്ട് സംഭവിക്കാം. ഹാർട്ടിനോ അല്ലെങ്കിൽ കണ്ണുകൾക്കോ ചെവിക്കോ എല്ലാം ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫോർമാലിറ്റി സംഭവിക്കും ചെയ്യാം. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസീസിനെ പറയുന്നതാണ് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഓക്കെ, എന്താണ് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. കാരണം എന്താ, അമ്മയുടെ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്താണ് കുട്ടിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അത് നമ്മൾ പറയുന്നതാണ് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് കൂടി നമുക്ക് അതിനെ പറയാം കേട്ടോ. അപ്പോൾ ഓരോ ഡിസീസ് പറയുമ്പോഴും കണക്ട് ചെയ്ത് ഒരുപാട് വേർഡ്സ് പറയുന്നുണ്ട് കേട്ടോ. ഓരോ ഡിസീസിനും മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ കൂടി നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി
നമ്മള് പറയില്ലേ ഒരിടക്ക് നമുക്ക് ഒരുപാട് കേട്ടിരുന്ന കാര്യം റുബെല്ല വൈറസ് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വാക്സിൻസ് എടുക്കേണ്ടത്, അതേപോലെ തന്നെ സ്ത്രീകൾക്കാണ് ഇത് വരുന്നത്. നിങ്ങൾ ഒരിടക്ക് ഒരുപാട് കേട്ടിട്ടുള്ള, അതേപോലെ സ്കൂളുകളിലൊക്കെ വന്ന് അവയർനെസ് ക്ലാസ് ഒക്കെ ഒരുപാട് എടുത്തിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ റുബെല്ല എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുന്നത്. ഓൾ ചിൽഡ്രൻ ആൻഡ് വുമൺ ഓഫ് ചൈൽഡ് ബെറിങ് ഏജ് ക്യാൻ ബി ഇൻഫെക്റ്റഡ് ബൈ റുബെല്ല. അല്ലെ, എന്താ എല്ലാ കുട്ടികൾക്കും വരാം, അതേപോലെ തന്നെ എന്താണ് സ്ത്രീകൾക്കുമാണ് കൂടുതലായിട്ടും ഈ റുബെല്ലയുടെ ഇൻഫെക്ഷൻ വരുന്നത്. Therefore, the live attenuated rubella vaccine is recommended to them. ഇവിടെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? റുബെല്ല വാക്സിൻ ആണ് ഉപയോഗിക്കുന്നത്. അറ്റനുവേറ്റഡ് റുബെല്ല വാക്സിൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ വാക്സിൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്, അല്ലെ? നമ്മുടെ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിക്കെതിരായിട്ടാണ് ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? വാക്സിൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? എഡ്വേർഡ് ജെന്നർ ആണ് കേട്ടോ. അദ്ദേഹം ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ ഇടയായുള്ള ഒരു സാഹചര്യമൊക്കെയാണ്. ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൗപോക്സ്, അതായത് ഗോവസൂരി എന്ന് പറയുന്ന രോഗം വന്നിട്ടുള്ള കാലി വളർത്തലുമായിട്ട് ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾക്ക് എന്ത് വരുന്നുണ്ടായിരുന്നില്ല? സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടില്ല. അതായത് ട്രൈബൽ ഏരിയാസിൽ എന്തായിരുന്നു ഈ പറയുന്ന കൗപോക്സ് സ്ഥിരം എല്ലാവർക്കും വന്നാണ്. അവരുടെ ജോലി പശു വളർത്തലായിരുന്നു. അതല്ല അർബൺ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ സ്മോൾ പോക്സ് ഒരുപാടുണ്ട്, ഒരുപാട് ആളുകൾ മരിച്ചും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് എഡ്വേർഡ് ജെന്നർ ഒരു കാര്യം കണ്ടുപിടിച്ചത്. സ്മോൾ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിന് അല്ലെങ്കിൽ കൗപോക്സ് ഉണ്ടാക്കുന്ന വൈറസിന് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി ഉണ്ടാക്കുന്ന വൈറസിനെ തടയാനായിട്ടുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. സോ ഗോവസൂരി ഉണ്ടാക്കുന്ന വൈറസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് അതിനെ ഉപയോഗിച്ച് വാക്സിൻസ് ഉണ്ടാക്കിയിട്ടാണ് വസൂരിക്കെതിരായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് അതിൽ എന്ത് തന്നെയാണ്? ഈ പറയുന്ന പത്തോജൻസ് തന്നെയാണ്, രോഗാണുക്കൾ തന്നെയാണുള്ളത്. എന്ന് വെച്ച് രോഗാണു നേരിട്ടങ്ങോട്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും? നിർവീര്യമാക്കും, ഇനാക്റ്റീവ് ആക്കും. ഓക്കെ, അതുമല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനെ ഇനാക്റ്റീവ് ആക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി പാർട്സ് ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിലാണ് എന്ത് നിർമ്മിക്കുന്നത്? വാക്സിൻസ് നിർമ്മിക്കുന്നത്. അതേപോലെയുള്ള ഒരു അറ്റനുവേറ്റഡ് റുബെല്ല വാക്സിൻ ആണ് നമ്മൾ റുബെല്ല എന്ന് പറഞ്ഞ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസീസ് ആണ് റാബിസ്, അല്ലെ? റാബിസും നമുക്ക് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഡിസീസ് കൂടിയാണ് റാബിസ് എന്ന് പറഞ്ഞ ഡിസീസ്. ഇതും ഒരു ലാറ്റിൻ വേർഡാണ്. റെബറെ എന്ന് പറയുന്ന, മാഡ്നസ് എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നമുക്ക് ഈ ശരിക്കും ഒരു ന്യൂറോട്രോഫിക് ഡിസീസ് തന്നെ പറയാമല്ലോ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഡിസീസ് കൂടിയാണ് റാബിസ് എന്ന് പറയുന്നത്. നമുക്ക് വിറിയോൺ ഇസ് എ ബുള്ളറ്റ് ഷേപ്പ് ആൻഡ് എൻവലപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് SSRNA, സിംഗിൾ സ്റ്റാൻഡേർഡ് ആർനെ തന്നെയാണ് ഇവർക്കുമുള്ളത്. ഈ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് കൂടിയാണ് പോകുന്നത്. ഇനി ഇതെങ്ങനെയാണ് പകരുന്നത്? വൈൽഡ് ആനിമൽസ് എന്നാണ് പകരുന്നത്. അത് ഫോക്സ് ആവാം, വോൾഫ് ആകാം, സ്ട്രീറ്റ് ഡോഗ്സ് ആകാം, ബാറ്റ് ആകാം, ക്യാറ്റ് ആകാം. അങ്ങനെയുള്ള ഈ ഓർഗാനിസിൽ നിന്നുമാണ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, അല്ലെങ്കിൽ ഒരാളിൽ മറ്റൊരാൾക്ക്. ശരിക്കും ഇവരാണ് അവരുടെ റിസർവോയർ എന്ന് പറയുന്നത്, ഈ ആനിമൽസ്, വൈൽഡ് ആനിമൽസ്. അവിടെ നിന്നാണ് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ പകരുന്നതെന്നാണ് ഇത് പറയുന്നത്. കനൈൻ റാബീസ് ഈസ് എൻഡമിക്. ഇനി ഇതിൽ തന്നെ ഈ കനൈൻ റാബീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എൻഡമിക് ആണ്. ഈ അനിമൽസിന്റെ ഈ സലൈവറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഈ സലൈവറി ഗ്ലാൻഡിൽ കിടന്നിട്ടാണ് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവർ നമ്മളെ കടിക്കുന്ന സമയത്ത് ആ സലൈവ കൂടി നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് എൻ്റർ ആവുന്നത്, അല്ലെ? കടിക്കുമ്പോൾ വൂണ്ടുണ്ടാവും, മുറിവുണ്ടാവും. ആ മുറിവിലൂടെ ഈ പട്ടിയുടെയോ പൂച്ചയുടെയോ എല്ലാം തന്നെ സലൈവ നമ്മുടെ ബോഡിയിലേക്ക് വരും. അത് ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യും, ബാക്കിയുള്ള എന്താ പറയുക വൈറസ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ വൈറൽ പാർട്ട് നമ്മൾ പറഞ്ഞ പോലെ സലൈവ വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. വൈറസ് അറ്റാച്ച് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ സ്കെലറ്റൽ മസിൽ സെൽ ബൈ ഗ്ലൈക്കോപ്രോട്ടീൻ എൻവലപ്പ് സ്പൈക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവരുടെ ബോഡിയിൽ സ്പൈക്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടെന്ന്? ഈ സ്പൈക്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലെ സ്കെലറ്റൽ മസിൽ സെൽസിൽ എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്ലാസ്മ മെംബ്രെയിനിലായിട്ട് ഈ വൈറസ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? സ്കെലിറ്റൽ മസിൽ സെൽ, അതായത് നമ്മുടെ എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട മസിൽസ്, അതായത് നമ്മുടെ കൈ, കാല് പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെ കാണുന്ന
ആ സെൽസിൽ കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ആവരണം. അതിന് മുകളിലായിട്ട് ഇവർ വന്ന് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് നിൽക്കുവാണ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരും, അത് മൾട്ടിപ്ലൈ ചെയ്യും. സഫിഷ്യന്റ് നമ്പർ ആയി കഴിയുമ്പോൾ അവർ നേരെ ഇങ്ങോട്ട് പോകും, അവിടെ കിടന്നിങ്ങനെ മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ടാണ് അവരുടെ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. നമ്മുടെ നർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടാണ് ഇവരുടെ ബാക്കി ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംറ്റം എന്ന് പറയുന്നത് ഏകദേശം ഈ പട്ടി അല്ലെങ്കിൽ പൂച്ച കടിച്ചു കഴിഞ്ഞ് 2 മുതൽ 16 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സിംറ്റം സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ആൻസൈറ്റി, അതേപോലെ തന്നെ നമുക്ക് ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, ഫാറ്റിക്, വിശപ്പില്ലാതാവുക, ലോ ഓഫ് അപ്പറ്റൈറ്റ്, ഫീവർ, അതേപോലെ ഈ ലൈറ്റ്, സൗണ്ട്, ഇതിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും വരും. നിങ്ങൾ ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പട്ടി കടിച്ചുള്ള ആൾക്കാർ, പേവിഷബാധ ഏറ്റ ആൾക്കാർക്കൊക്കെ അവർക്ക് ലൈറ്റ് ഒന്നും ഒരുപാട് ഇങ്ങനെ വരാൻ പാടില്ല, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, സൗണ്ട് കേൾക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറേ ഡിസ്റ്റർബൻസ് ഇവര് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. ദെൻ പയ്യെ ഈ പാരലൈസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇവര് പോകുന്നുണ്ട്. ആൻഡ് about the 50% patient painful spasm of throat and chest muscle okay when the patient swallow liquid. അതായത് ഇവർക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് ഭയങ്കരമുള്ള നെഞ്ചുവേദന, അതേപോലെ തന്നെ ഈ ത്രോട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ലിക്വിഡ്സ് ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. അത് നമ്മൾ പറയില്ലേ, വെള്ളം കാണുമ്പോൾ അവര് എന്താ പറയാ, വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറയില്ലേ, ശരിക്കും കുടിക്കാതിരിക്കുന്നതല്ല, അവർക്കത് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കാണുമ്പോൾ അവർക്കൊരു പേടിയായിരിക്കും. സോ ആ കണ്ടീഷൻ നമ്മൾ എന്താ പറയാ, ഹൈഡ്രോഫോബിയ എന്ന് പറയും, ഫിയർ ഓഫ് വാട്ടർ എന്ന് പറയും. ആ സ്റ്റേജിൽ നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പയ്യെ പേഷ്യൻസിന്റെ മരണത്തിലേക്കാണ് ഈ ഒരു ഡിസീസ് കൊണ്ടുപോകുന്നത് കേട്ടോ. വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ടും ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത്, ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻ ആന്റിബോഡി DIFA എന്ന് പറയും, അത് ചെയ്യുന്നുണ്ട്. അതേപോലെ റാപ്പിഡ് എൻസൈം മീഡിയേറ്റഡ് ഇമ്മ്യൂണോ ഡയഗ്നോസിസ് ടെസ്റ്റ്, ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വൈറസ് പാർട്ടിക്കിൾ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ രോഗം തന്നെയാണോ, ഈ ഇൻഫെക്ഷൻ കറക്റ്റ് ആണോ എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി അതിന് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാക്സിനേഷൻ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക്, പൂച്ചയ്ക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡൊമസ്റ്റിക് ആനിമൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് വാക്സിനേറ്റ് ചെയ്യുക. അങ്ങനെ വാക്സിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസീസ് ഉണ്ടാവില്ല. അതേപോലെ പട്ടി കടിച്ചു എന്ന് അറിയുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കും അതേപോലത്തുള്ള വാക്സിൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും, ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുക്തി നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടിയിട്ടുള്ളൊരു ഡിസീസ് കൂടിയാണ് റാബീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറസ് ഡിസീസിൽ നമ്മൾ ആ ഒരു മൊഡ്യൂളിലെ വൈറൽ ഡിസീസ് എന്ന് പറയുന്നതിൽ 4 ഡിസീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എന്താ, റാബീസ് പഠിച്ചു, മീസിൽസ് പഠിച്ചു, അതേപോലെ തന്നെ മംസ് പഠിച്ചു, ദെൻ റുബെല്ല എന്ന് പറഞ്ഞ ഡിസീസ് പഠിച്ചു. ഇനി നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ നമുക്ക് പഠിക്കാൻ എയ്ഡ്സും അതേപോലെ പോളിയോ മാത്രമേ ഉള്ളൂ. അത് കുറച്ചധികം ഉള്ള ഒരു ടോപ്പിക്കാണ് എയ്ഡ്സും അതേപോലെ പോളിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡിസീസിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മാത്രമാണ് എക്സാമിന് ചോദിക്കുക. അതായത് ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. ഡിസീസ് പരത്തുന്ന ആരാണ്, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, സിംറ്റംസ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഓർ വാക്സിൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഡിസീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ചോദിക്കുന്നത്. അതുമല്ലെങ്കിൽ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ വൈറൽ ഡിസീസിന് എക്സാമ്പിൾ, അതേപോലെ പ്രോട്ടോസോമിക് ഡിസീസിന് എക്സാമ്പിൾ, പ്രോട്ടോസോവൻ ഡിസീസിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ ബാക്ടീരിയ ഡിസീസിന് എക്സാമ്പിൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എൻട്രിയിൽ നമുക്ക് ICDS സൂപ്പർവൈസറിന്റെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്